നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒരു വിഷയവുമാണ്. പഴയ ഒരു മലയാള സിനിമയുണ്ട്, പ്രശ്നം ഗുരുതരം കാര്യം നിസ്സാരം. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും, ഗുരുതരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആ നിസ്സാരമായ കാര്യങ്ങളെ അതാത് സമയങ്ങളിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മെ എത്തിച്ചേക്കും. അത് മറ്റ് പല രീതിയിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുൻ അമേരിക്കൻ പ്രസിഡന്റായ അബ്രഹാം ലിങ്കൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, "ദി ഓൺലി വേ ടു ഗെറ്റ് റിഡ് ഓഫ് എൻ എനിമി ഇസ് ടു മേക്ക് ഹിം എ ഫ്രണ്ട്." അതായത് ഒരു ശത്രുവിനെ ഒഴിവാക്കാനുള്ള ഏക മാർഗം അവനെ ഒരു സുഹൃത്തായി മാറ്റുക എന്നതാണ് എന്ന്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ശത്രുവിനെ അതിജീവിക്കണമെങ്കിൽ ശത്രുവുമായി നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയണമെന്ന് അർത്ഥം. നമ്മുടെ ഇന്നത്തെ വിഷയം ദ പാരഡോക്സ് ഓഫ് റെസിസ്റ്റൻസ്, എതിർക്കലിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ വിരോധാഭാസം. മിക്കവാറും എല്ലാവരുടെയും ഉള്ളിലുള്ള വിഷയമാണ്, എന്നാൽ അത്ര ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യവുമാണ്. നമ്മൾ സൂക്ഷ്മമായി സ്വയം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, നമ്മൾ പലതിനെയും പ്രതിരോധിക്കുന്നവരാണ്, എതിർക്കുന്നവരാണ്. ഇത് വ്യക്തികളാകാം, അവസ്ഥകളാകാം, ആശയങ്ങളാകാം, എന്തുമാകാം. പ്രതിരോധിച്ചത് കൊണ്ട് വിജയിക്കണമെന്നില്ല. ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും സുഖം പകരുന്നവയല്ല എന്നത് സത്യം തന്നെ. അത് നമുക്ക് സ്വീകാര്യമല്ല എന്നതും ശരി തന്നെ. അതൊക്കെ മാറ്റണമെന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ ഏക മാർഗം പൊരുത്തപ്പെടലാണ്. മാറ്റാൻ പറ്റുന്നത് മാറ്റാൻ പറ്റാത്തത് പൊരുത്തപ്പെടുകയേ നിവൃത്തിയുള്ളൂ. ഈ വിഷയവുമായി മുന്നേറുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട 3 കാര്യങ്ങൾ പറയാം. 3 ചോദ്യങ്ങളാണ്, നിങ്ങളെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് മേക്സ് യു ഇറിറ്റേറ്റഡ്? നിങ്ങളെ പ്രകോപിപ്പിക്കുന്നത് എന്താണ്? ഉദാഹരണത്തിന്, ചിലർക്ക് തിക്ലി പോപ്പുലേറ്റഡ് പ്ലേസസ്, തിരക്കുള്ള സ്ഥലങ്ങൾ, മാർക്കറ്റ്, അതുപോലുള്ള സ്ഥലങ്ങളൊന്നും ചിലർക്ക് ഇഷ്ടമല്ല. പിന്നെ മറ്റു ചിലർക്ക് ആളുകളുടെ ഭാഷ, സ്ലാങ്. ട്രിവാൻഡ്രമുള്ളവർക്ക് ഒരു ഭാഷാ സ്ലാങ് ആണ്, തൃശ്ശൂരുള്ളവർക്ക് മറ്റൊന്നാണ്, കോഴിക്കോടുള്ളവർക്ക് വേറൊന്നാണ്. പിന്നെ പ്രത്യേക ചില സംഗീതം, ചിലർക്ക് റാപ്പ് മ്യൂസിക് തീരെ ഇഷ്ടമല്ല, ചിലർക്ക് ശാസ്ത്രീയ സംഗീതം സഹിക്കാൻ പറ്റില്ല. അതുപോലെ ചിലർക്ക് സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങളിലുള്ള ചർച്ചകളും ഹാഷ്ടാഗുകളും ഫോർവേഡുകളും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകളും ഒന്നും തീരെ ഇഷ്ടമല്ല. 2, വാട്ട് ആർ യു സ്ട്രോങ്ലി എഗെയിൻസ്റ്റ്? നിങ്ങൾക്ക് എന്തിനെയാണ് ശക്തമായി എതിർക്കാൻ തോന്നാറുള്ളത്? അത് രാവിലെ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ രാത്രി വൈകി കിടക്കുന്നത് നമുക്ക് പലർക്കും ഇഷ്ടമല്ല. ചിലപ്പോൾ വീട്ടുകാരുടെ, ബന്ധുക്കളുടെ രീതികൾ നമുക്ക് സ്വീകാര്യമല്ല. അവരുടെ കാഴ്ചപ്പാടുകൾ, പ്രത്യയശാസ്ത്രങ്ങൾ നമുക്ക് വെറുപ്പാണ്, എതിർപ്പാണ്. അതുപോലെ റിലീജിയസ് ആയുള്ള, മതപരമായുള്ള ചില രീതികൾ, അമ്പലങ്ങളായി ബന്ധപ്പെട്ട്, പള്ളികളായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും വ്യത്യസ്തമാണ്. ഒന്നും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. യു ആർ സ്ട്രോങ്ലി എഗെയിൻസ്റ്റ് ദെയർ പ്രാക്ടീസസ്. സോ ഐ ഫീൽ ഇറിറ്റേറ്റഡ് ഇൻസൈഡ് ആൻഡ് ഐ റെസിസ്റ്റ്. ഞാൻ ചെറുത്ത് നിൽക്കുന്നു. ഉള്ളിൽ ഒരു പ്രതിരോധമാണ്, എതിർക്കലാണ്. അങ്ങനെ ഞാൻ ജീവിക്കുന്നു. അതുപോലെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യയശാസ്ത്രങ്ങളോടുള്ള എതിർപ്പ്. അവരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ആ പാർട്ടികളെ എനിക്ക് മാറ്റാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഞാൻ ഉള്ളിൽ എതിർത്തുകൊണ്ട് ജീവിക്കുന്നു. 3, വാട്ട് ആർ യു അൺഏബിൾ ടു ആക്സെപ്റ്റ്? നിങ്ങൾക്ക് എന്താണ് അംഗീകരിക്കാൻ കഴിയാത്തത്? ഉദാഹരണത്തിന്, ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എനിക്കിഷ്ടമല്ല. ഫോർ എക്സാമ്പിൾ, പണത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കുന്നവരോട് ഇഷ്ടമല്ല, പണത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനും ഇഷ്ടമല്ല. മറ്റൊന്ന്, ആത്മീയമായ ചില ചർച്ചകൾ നടക്കുമ്പോൾ എനിക്ക് എതിർപ്പാണ്, എനിക്കിഷ്ടമല്ല അവിടെ നിൽക്കാൻ. പിന്നെ പുതിയ തലമുറയെക്കുറിച്ച്, ന്യൂ ജനറേഷൻ, ഇതൊന്നും എനിക്കിഷ്ടമല്ല. ചില സോഷ്യൽ കസ്റ്റംസ്, സാമൂഹിക ആചാരങ്ങൾ, ഇതൊന്നും എനിക്ക് മാറ്റാൻ സാധ്യമല്ല. പക്ഷേ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് കാരണം ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു, നേരിടേണ്ടി വരുന്നു. ഇത് പ്രതിരോധമായി മാറുകയാണ് ഉള്ളിൽ, റെസിസ്റ്റൻസായി മാറുകയാണ് എൻ്റെ മനസ്സിൽ. ചിലർ സ്കിൻ കളർ, അതായത് ശരീരത്തിൻ്റെ നിറം പോലും ചെറുത്ത് നിൽക്കുന്നവരുണ്ട്. കറുത്തിട്ടുള്ളവരെ ഇഷ്ടമല്ല, ഇരുനിറക്കാരെ ഇഷ്ടമല്ല, ഇങ്ങനെയുള്ളവരുണ്ട്. ഇതും ശരിക്കും ഒരു പ്രതിരോധമാണ്. പലരും ചോദിക്കും, ഇതൊക്കെ സാധാരണയല്ലേ, എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? സാധാരണയാണ്, പക്ഷേ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഹെർമറ്റിസിസം എന്ന ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഒരാശയം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
ഹെർമിസ് ട്രിസ്മെജിസ്റ്റസ് എന്ന പേരിലുള്ള ഒരു ഗ്രീക്ക് ഫിലോസഫറാണ് ഈ ഫിലോസഫിക്ക് പിന്നിലുള്ളത്. ഹെർമിസ് ട്രിസ്മെജിസ്റ്റസ് ഒരു ദൈവദൂതൻ, അതായത് മെസ്സഞ്ചർ ഓഫ് ഗോഡായാണ് അറിയപ്പെടുന്നത്. ഹെർമിറ്റിക്ക എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഹെർമിസ് ട്രിസ്മെജിസ്റ്റസ് എന്ന പേരിലുള്ള ഒരാൾ ശരിക്കും ജീവിച്ചിരുന്നോ എന്ന സംശയവും പലർക്കുമുണ്ട്. എന്തായാലും ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ ആശയം രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. ഗ്രീക്ക് ഫിലോസഫറായ പ്ലാറ്റോവിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതാണ് ഹെർമറ്റിസിസം. ഹെർമറ്റിസിസത്തിൽ പറയുന്ന 3 പ്രധാനപ്പെട്ട സംഗതികൾ ഇവിടെ സൂചിപ്പിക്കാം. ഒന്ന്, യൂണിറ്റി ഓഫ് ഓൾ തിങ്സ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സത്യമാണ് ഹെർമറ്റിസിസം പറയുന്നത്. ഇതിനർത്ഥം നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ് എന്ന്. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ദ ലോ ഓഫ് കറസ്പോണ്ടൻസ്. നമ്മുടെ ഉള്ളിലും പുറത്തുമുള്ള ലോകങ്ങളിൽ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. അതിനർത്ഥം നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ ഇതൊക്കെ നമ്മുടെ യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ്. പുറമേയുള്ള ലോകം നമ്മളെയും സ്വാധീനിക്കുന്നുണ്ട് എന്നും അർത്ഥം വരുന്നു. 3, ദ പ്രിൻസിപ്പിൾ ഓഫ് വൈബ്രേഷൻ. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും വൈബ്രേഷൻ ഉണ്ട്. നമ്മുടെ വൈബ്രേഷൻ നമ്മുടെ ലോകത്തെ സൃഷ്ടിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് ഉണ്ടല്ലോ, നമ്മുടെ ജീവിതാനുഭവങ്ങളെ കാര്യമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇതാണ് ഹെർമറ്റിസിസം പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ലോകത്തുള്ള അനവധി ആളുകളെ സ്വാധീനിക്കുന്ന ദ ലോ ഓഫ് അട്രാക്ഷൻ പോലും ഹെർമറ്റിസിസത്തിൽ നിന്ന് വന്നതാണോ എന്ന സംശയം ഉയർന്നാൽ അതിൽ തെറ്റ് പറയാനില്ല. ഇതിപ്പോൾ പറയാൻ കാരണം നമ്മുടെ ഉള്ളിലുള്ള റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം നമ്മുടെ ഭാവിയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. ഹെർമറ്റിസിസം അത്രയ്ക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന സംശയം ഉയർത്തുന്നവർക്ക് ചില ശാസ്ത്രീയ പഠനങ്ങൾ ശ്രദ്ധിക്കാം. 1, ദ പ്ലസീബോ ഇഫക്റ്റ്. ക്ലിനിക്കൽ ട്രയൽസിൽ ഉപയോഗിക്കുന്നതാണ് പ്ലസീബോ. മരുന്നിൽ മരുന്നിൻ്റെ അംശം പോലുമില്ല, പക്ഷേ ഉണ്ട് എന്ന് വിശ്വസിച്ച് ആ മരുന്ന് കഴിക്കുന്നവർക്ക് അസുഖം ഭേദമാകുന്നു. ഇതിന് പറയുന്നു ദ പ്ലസീബോ ഇഫക്റ്റ്. അതിനർത്ഥം ഡോക്ടറിൽ ഉള്ള വിശ്വാസം, മരുന്നിൽ ഉള്ള വിശ്വാസം, ചികിത്സാ രീതിയിൽ ഉള്ള വിശ്വാസം എല്ലാം അസുഖം മാറ്റാൻ കാരണങ്ങളായി മാറുന്നു. 2, ദ നൊസീബോ ഇഫക്റ്റ്. ഇത് നേരെ വിപരീതമായിട്ടുള്ള ഒരു തിയറിയാണ്. മരുന്ന് ദോഷമാണ് എന്ന് വിചാരിച്ച് ഒരു ദോഷവുമില്ലാത്ത മരുന്ന് കഴിച്ചാൽ ദോഷഫലം അനുഭവിക്കുന്നു. സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് മരുന്നുകൾ കഴിക്കുന്നവർക്ക് സൈഡ് ഇഫക്റ്റ് കൂടുതലായി കാണപ്പെടുന്നു. ചില ഭക്ഷണം കഴിച്ചാൽ വയറിന് പ്രശ്നമാണ് എന്ന് വിചാരിച്ച് കഴിക്കുന്നവർക്ക് അത് കഴിച്ചാൽ പ്രശ്നമാകുന്നു. ഇതിനാണ് ദ നൊസീബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. 3, കൊഗ്നിറ്റീവ് ബയസ് എന്ന് പറയും. ധാരണയിലുള്ള പക്ഷപാതം. നിങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന കുറിപ്പുകളും വാർത്തകളും പുസ്തകങ്ങളും മാത്രമേ നിങ്ങൾ വായിക്കൂ. മറ്റൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടില്ല. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അവ നമ്മുടെ മനസ്സിൽ കൂടുതൽ ഉറയ്ക്കുന്നു. നമ്മൾ മനസ്സിൽ വിചാരിച്ചതും ഉറപ്പിച്ചതുമായ കാര്യങ്ങൾ വിചാരിച്ച പോലെ പോയിട്ടില്ലെങ്കിൽ പുറമേയുള്ള പല കാര്യങ്ങളിലേക്കും നമ്മൾ വിരൽ ചൂണ്ടുന്നു. ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്ന തെറ്റായ ധാരണയിലാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. ഈ കൂട്ടത്തിൽ അറ്റൻഷൻ ബയസ്, കൺഫർമേഷൻ ബയസ് ഇതൊക്കെ വരുന്നുണ്ട്. പല്ലവി പുകവലിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പല്ലവിയുടെ അച്ഛൻ മരിച്ചത് അവൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തായിരുന്നു. അച്ഛൻ ധാരാളം പുകവലിക്കുമായിരുന്നു. ആരും എത്ര പറഞ്ഞിട്ടും അച്ഛൻ ആ ശീലം മാറ്റിയില്ല. അതുകൊണ്ട് പല്ലവിക്ക് ചെറിയ പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടു. പല സോഷ്യൽ മീഡിയയിലൂടെയും ഡിസ്കഷൻ ഗ്രൂപ്പുകളിലൂടെയും പല്ലവി സ്ട്രോങ് ആയി സ്മോക്കിങ്ങിനെ എതിർത്തു. പല്ലവി ക്രൂസൈഡ് എന്ന ഹാഷ്ടാഗ് പോലും പ്രസിദ്ധമായി. ആ ഇടയ്ക്ക് അവളുടെ ഒരു സുഹൃത്ത് രാഹുൽ പുകവലി തുടങ്ങിയ സമയത്ത് അവൾ വല്ലാതെ പ്രതിരോധിച്ചു. പിന്തിരിപ്പിക്കാൻ പലതും ചെയ്തു നോക്കി, ഒരു രക്ഷയുമില്ല. വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൻ്റെ പല സുഹൃത്തുക്കൾ വഴി അവനെ മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ പല്ലവിക്ക് ഒരു ഫലവും കിട്ടിയില്ല. എന്തായാലും പല്ലവിയുടെ പുകവലിക്കെതിരെയുള്ള യുദ്ധം അവൾ നിർത്തിയതേയില്ല. അങ്ങനെ ഒരിക്കൽ ഒരു 10 ദിവസത്തെ ആൻറ്റി സ്മോക്കിംഗ് ക്യാമ്പയിൻ കഴിഞ്ഞു വന്ന ശേഷം അവൾ കിടപ്പിലായി. ചുമയും ശ്വാസമുട്ടുമൊക്കെ കലശലായി. ഡോക്ടറെ കണ്ടു. എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. അവൾക്ക് COPD എന്ന രോഗമാണ് എന്ന് ഡോക്ടർ വിധി എഴുതി. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. സ്ഥിരം പുകവലിക്കുന്നവരിൽ, ചെയിൻ സ്മോക്കേഴ്സിൽ കണ്ടുവരുന്ന ഒരു രോഗം. ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത പല്ലവിക്കാണ് ഈ രോഗം വന്നത്. പുകവലിയോടുള്ള അമിതമായ എതിർപ്പായിരുന്നു രോഗത്തിൻ്റെ കാരണം എന്ന് അവൾക്ക് പിന്നീട് മനസ്സിലായി. അതിനുശേഷം രോഗത്തിനുള്ള ചികിത്സയും ഒരു സെൽഫ് റിഫ്ലക്ഷനിലൂടെ പല്ലവി കടന്നുപോയപ്പോൾ രോഗം പൂർണ്ണമായും ഭേദമായി.
രോഗം വിട്ടുമാറിയപ്പോൾ പല്ലവി വീണ്ടും ആൻറ്റി സ്മോക്കിംഗ് ക്യാമ്പയിൻ തുടങ്ങി. പക്ഷേ ആരോടും വെറുപ്പില്ലാത്ത രീതിയിലായിരുന്നു പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. പല്ലവിയുടെ ട്രാൻസ്ഫോർമേഷൻ അവിടെയായിരുന്നു. ചിലർക്കൊക്കെ ഇത്രയും കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ വന്ന പല അനുഭവങ്ങളും മനസ്സിലേക്ക് കടന്നു വരും. നമ്മൾ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടന്നാൽ നമ്മളെ തേടി പല പ്രശ്നങ്ങളും എത്തും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇതുവരെയുള്ള കാര്യം പോട്ടെ, ഇനി അങ്ങോട്ട് നമുക്ക് മെച്ചപ്പെടുത്തണ്ടേ? മനസ്സിൽ എവിടെയെങ്കിലും കടുത്ത വെറുപ്പ് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പ്രോസസ്സാണ് ഇത്. മനസ്സിൽ ഏതെങ്കിലും സംഗതിയോട് വെറുപ്പുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള സമയമാണ്. ഹൗ ടു ബ്രേക്ക് ദ സൈക്കിൾ ഓഫ് റെസിസ്റ്റൻസ്. പ്രതിരോധത്തിൻ്റെ ചക്രം എങ്ങനെ തകർക്കാം? ആദ്യം ടെക്നിക്ക് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം മനസ്സിലുള്ള നിങ്ങളുടെ റെസിസ്റ്റൻസ് സോൺ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓർക്കണം. ആ വിഷയം മനസ്സിൽ കാണുക. എന്നിട്ട് ഇത് പുറത്തേക്ക് കൊണ്ടുവരണം. ഇതൊരു വാം കളറിലാണ് കാണേണ്ടത്, ചുവപ്പിനോട് ചേർന്ന നിറത്തിൽ. ഇതിങ്ങനെ നിൽക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം. ചിലപ്പോൾ സംശയമായിരിക്കാം, ഡൗട്ട്, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിരിക്കാം, ചിലതൊന്നും ഇഷ്ടമല്ല. ഡിസ്കംഫേർട്ട്, അതായത് അസ്വസ്ഥത, ചില പഴയകാല അനുഭവങ്ങൾ കാരണം ഉള്ള വിഷയങ്ങൾ, ചില നെഗറ്റീവായ ഓർമ്മകൾ, ചില പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ ആയിരിക്കും ഇത് പ്രതിരോധം ആയി മാറാനുള്ള കാരണം. ഈ റെസിസ്റ്റൻസ് സോൺ കണ്ണടച്ച ശേഷം നിങ്ങൾ പുറത്താണ് കാണേണ്ടത്. പിന്നെ മറുഭാഗത്ത് ഒരു ഫ്രീഡം സോൺ കാണണം. ഇത് കൂൾ കളറിലാണ് കാണേണ്ടത്, നീലയോട് ചേർന്ന നിറത്തിലാണ് കാണേണ്ടത്. ഫ്രീഡം സോൺ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ മേഖല. ചിലതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, അതാണ് സ്വാതന്ത്ര്യ മേഖല. ഇവിടെ ലൈക്കിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളുണ്ട്. ഇവിടെ കംഫർട്ടുണ്ട്, ആശ്വാസം, ഹാപ്പിനെസ് ഉണ്ട്, സന്തോഷം തരുന്ന കാര്യങ്ങൾ, കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ, ചില പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും. ഫ്രീഡം സോൺ കൂൾ ആയത് കാരണം ജലത്തിൻ്റെ ലക്ഷണമാണ് എന്നറിയുക. റെസിസ്റ്റൻസ് സോൺ ചുവന്ന നിറത്തിലാണല്ലോ, അതിന് അഗ്നിയുടെ ലക്ഷണമാണുള്ളത്. ഇനി നിങ്ങളുടെ ഫ്രീഡം സോണിൽ നിന്നും ഒരു വലിയ ഹോസ് പൈപ്പ് പുറത്തോട്ട് വരുന്നത് കാണണം മനസ്സിൽ. അതിൻ്റെ അറ്റത്ത് വലിയൊരു വാൾവുണ്ട്. ആ വാൾവ് തുറന്ന ശേഷം പൈപ്പിലുള്ള വെള്ളം റെസിസ്റ്റൻസ് സോണിലേക്ക് ശക്തിയായി അടിക്കണം. ഫയർഫോഴ്സ് ഓപ്പറേറ്റേഴ്സ് ചെയ്യുന്ന അതേ രീതിയിൽ. ഫ്രീഡം സോണിലെ തണുത്ത വെള്ളം റെസിസ്റ്റൻസ് സോണിലെ പ്രതിരോധിക്കുന്ന വിഷയങ്ങളെ പൂർണ്ണമായും കെടുക്കുന്നു, അണയ്ക്കുന്നു. അങ്ങനെ റെസിസ്റ്റൻസ് സോൺ നോൺ റെസിസ്റ്റൻസ് സോണായി പരിണമിക്കുന്നു. പിന്നീടത് ഫ്രീഡം സോണായി മാറുന്നു. ഇതാണ് ദ വാഷിംഗ് എവേ റെസിസ്റ്റൻസ് ടെക്നിക്, ചെറുത്തുനിൽപ്പിനെ കഴുകി കളയുന്ന രീതി. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധ്യത കുറവാണ്. സാരമില്ല, ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകും. ഇനി നമുക്ക് പ്രാക്ടീസിലേക്ക് കിടക്കാം. സ്വസ്ഥമായ സ്ഥലത്തിരുന്ന് കണ്ണുകൾ അടച്ചു വയ്ക്കുക. ആദ്യം മനസ്സിൽ നിങ്ങളുടെ റെസിസ്റ്റൻസ് സോൺ കാണുക, പ്രതിരോധ മേഖല. എന്തെങ്കിലും കാണുമ്പോഴും കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും നിങ്ങൾക്ക് എതിർപ്പ് അഥവാ പ്രതിരോധം തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണല്ലോ. ഉള്ളിലുള്ള എതിർപ്പിനെ പുറത്തെടുത്ത ശേഷം അത് പുറത്തുള്ളൊരു മേഖലയായി കാണുന്നതാണ് റെസിസ്റ്റൻസ് സോൺ. ഇത് കാണേണ്ടത് വാം കളറിൽ ആണ്, ചുവപ്പിനോട് ചേർന്ന നിറത്തിൽ. ഇതിങ്ങനെയാകാനുള്ള കാരണം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മനസ്സിലുള്ള ഡിസ്ലൈക്ക്, ഇഷ്ടമില്ലാത്ത ചിലത്, ഡൗട്ട്, ചില സംശയങ്ങൾ, ഡിസ്കംഫേർട്ട്, അസ്വസ്ഥത, പാസ്റ്റ് നെഗറ്റീവ് എക്സ്പീരിയൻസ്, നെഗറ്റീവായ പഴയകാല അനുഭവങ്ങൾ, ഓർമ്മകൾ, ചില വ്യക്തികളും ആശയങ്ങളുമായുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഈ പ്രത്യേകതകളും സവിശേഷതകളുമാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്ന പ്രതിരോധ മേഖലയെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുക. മറുഭാഗത്ത് കൂൾ കളറിൽ, അതായത് നീലയോട് ചേർന്നുള്ള നിറത്തിൽ ഫ്രീഡം സോൺ കാണുക. അതാണ് താങ്കളുടെ സ്വാതന്ത്ര്യ മേഖല. ഇതങ്ങനെയാകാനുള്ള കാരണം ചില ഇഷ്ടങ്ങൾ, ലൈക്കിംഗ്, കംഫർട്ട്, ആശ്വാസം തരുന്ന സംഗതികൾ, ഹാപ്പിനെസ്, അതായത് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ,
കോൺഫിഡൻസ്, ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന സംഭവങ്ങൾ. പാസ്റ്റ് പോസിറ്റീവ് എക്സ്പീരിയൻസസ്, പോസിറ്റീവായ പഴയകാല അനുഭവങ്ങളും ഓർമ്മകളും. ഇതൊക്കെയാണ് ഫ്രീഡം സോണായി മാറിയിട്ടുള്ളത്. ഫ്രീഡം സോൺ കൂൾ ആയത് കാരണം ജലത്തിൻ്റെ ലക്ഷണം ആണ് ഉള്ളത്. അപ്പുറത്തുള്ള റെസിസ്റ്റൻസ് സോൺ ചുവന്ന നിറത്തിലാണ്, അഗ്നിയുടെ ലക്ഷണമാണുള്ളത്. ഇനി നിങ്ങളുടെ ഫ്രീഡം സോണിൽ നിന്നും ഒരു വലിയ ഹോസ് പൈപ്പ് പുറത്തോട്ട് വരുന്നത് കാണണം. അതിൻ്റെ അറ്റത്ത് വലിയൊരു വാൾവുണ്ട്. ആ പൈപ്പ് റെസിസ്റ്റൻസ് സോണിൻ്റെ ദിക്കിലേക്ക് തിരിച്ചു വെക്കണം. പൈപ്പിൻ്റെ വാൾവ് നിങ്ങൾക്ക് തുറക്കാം. ഇനി വെള്ളം റെസിസ്റ്റൻസ് സോണിലേക്ക് ശക്തിയായി അടിക്കുക. ഫയർഫോഴ്സ് ഓപ്പറേറ്റേഴ്സ് ചെയ്യുന്ന അതേ രീതിയിൽ വെള്ളം ശക്തിയായി ഫ്രീഡം സോണിൽ നിന്നും റെസിസ്റ്റൻസ് സോണിലേക്ക് അടിക്കുക. വാൾവ് പൂർണ്ണമായും തുറക്കുമ്പോൾ ഫ്രീഡം സോണിലെ തണുത്ത വെള്ളം റെസിസ്റ്റൻസ് സോണിലെ എതിർക്കുന്ന ശക്തികളെയും പ്രതിരോധിക്കുന്ന വിഷയങ്ങളെയും പൂർണ്ണമായും കെടുക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ റെസിസ്റ്റൻസ് സോൺ നോൺ റെസിസ്റ്റൻസ് സോണായി പരിണമിക്കുന്നുണ്ട്, നിറം മാറുന്നുണ്ട്. നിങ്ങളുടെ ഫ്രീഡം സോൺ, അതായത് സ്വാതന്ത്ര്യ മേഖലയിലുള്ള എല്ലാ സവിശേഷതകളും പ്രതിരോധ മേഖലയിൽ സ്ഥാനം പിടിക്കുന്നുണ്ട്. ഈ പ്രതിരോധ മേഖലയുടെ, അതായത് റെസിസ്റ്റൻസ് സോണിൻ്റെ നിറം മാറി മാറി വരുന്നതായി കാണുന്നു. അത് പൂർണ്ണമായും നീല നിറത്തിലേക്ക് വരുന്നതായി കാണാം. ഇത് കാണുന്ന സമയത്ത് ആശ്വാസവും സന്തോഷവും ആത്മവിശ്വാസവും എല്ലാം തോന്നുന്നുണ്ട്. ഇപ്പോൾ നോൺ റെസിസ്റ്റൻസ് സോൺ ഫ്രീഡം സോണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചെറുത്തുനിൽപ്പിനെ കഴുകിക്കളഞ്ഞിരിക്കുന്നു. ആലോചിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു, സമാധാനം അനുഭവപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഫ്രീഡം സോൺ ഒന്നല്ല, 2 എണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. സന്തോഷവും സമാധാനവും ഇരട്ടിയായി കഴിഞ്ഞു. മുഖത്ത് ചെറിയൊരു പുഞ്ചിരി കൊണ്ടുവരിക. വെരി ഗുഡ്. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഈ 2 ഫ്രീഡം സോണുകളും ഇരട്ടിക്കാം, 4 എണ്ണം ആക്കി മാറ്റാം. വെരി ഗുഡ്. അപ്പോൾ സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും 4 മടങ്ങ് വർദ്ധിച്ചതായി അനുഭവപ്പെടുന്നുണ്ട്. അതനുസരിച്ചുള്ള പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരിക, കൂടുതൽ നിവർന്നിരിക്കുക. ഫ്രീഡം സോണുകൾ വീണ്ടും ഇരട്ടിക്കുക. 4 നിന്നും 8 എണ്ണമായി മാറുന്നു. പിന്നീട് 8 നിന്നും 16, 16 നിന്ന് 32, 32 നിന്ന് 64 ഫ്രീഡം സോണുകളായി പരിണമിക്കുന്നു. അതനുസരിച്ച് സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും 16, 32, 64 മടങ്ങ് വർദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് മാത്രമല്ല ശരീരം മൊത്തം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. വീണ്ടും നിവർന്നിരിക്കുക. ഇനി പുറത്തുള്ള എല്ലാ ഫ്രീഡം സോണുകളെയും തൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക, മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ തലച്ചോറിൽ എല്ലാത്തിനെയും ഉറപ്പിച്ചു വയ്ക്കുക. ഒരു റീവയറിംഗ് പൂർണ്ണമായും നടക്കട്ടെ. ഫീലിംഗ് സോ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി, ആവേശവും സന്തോഷവും അനുഭവിച്ച് പുതിയ കാഴ്ചപ്പാടുകളിലൂടെ പുറമെയുള്ള ആളുകളെയും അവസ്ഥകളെയും നോക്കിക്കാണാനുള്ള തയ്യാറെടുപ്പോടുകൂടി പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. വെൽക്കം ബാക്ക്. വാഷിംഗ് എവേ റെസിസ്റ്റൻസ് ടെക്നിക് നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സാധാരണ മെഡിറ്റേഷനിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ വിവരം എഴുതി അറിയിച്ചാൽ ഇതുപോലെയുള്ള ടെക്നിക്കുകൾ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം.
താങ്കൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.